വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന്? 1908 ജനുവരി 21. ബഷീറിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? കായി അബ്ദുറഹ്മാൻ. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? വൈക്കം മുഹമ്മദ് ബഷീറിനെ. ബഷീർ ദിനം എന്നാണ്? ജൂലൈ 5. കഥകളുടെ സുൽത്താൻ, കഥയിലെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, കേരളത്തിലെ സുൽത്താൻ, മലയാളത്തിലെ സുൽത്താൻ തുടങ്ങിയ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ വിവാഹിതനായ വർഷം? 1958. ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം? ഷാഹിന, അനീസ്. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഫാബി എന്ന് വിളിപ്പേരുള്ള ഫാത്തിമ ബീവി. വിവാഹത്തിനു ശേഷം ബഷീർ ബേപ്പൂരിലെ ഏത് വീട്ടിലേക്കാണ് താമസം മാറ്റിയത്? അത് ഏത് വർഷമായിരുന്നു? 1962 വൈലാലിലെ വീട്ടിൽ. ബഷീറിൻ്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏത്? ജയകേസരി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത്? പ്രേമലേഖനം. 1942. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത്? കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹം. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്ത്? ഓർമ്മയുടെ അറകൾ. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ഭാർഗവീ നിലയം 1964, ബാല്യകാലസഖി 1967. ബാല്യകാലസഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര്? പി. ഭാസ്കരൻ 1967. പ്രമോദ് പയ്യന്നൂർ 2014. ഈ വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന ബഷീറിൻ്റെ വിഖ്യാതമായ പദപ്രയോഗമുള്ള നോവൽ ഏതാണ്? ൻ്റുപ്പാപ്പാക്കൊരാനണ്ടായിരുന്നു. ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത്? അനർഘനിമിഷം. ബഷീറും കാരൂർ നീലകണ്ഠപിള്ളയും ഒരേ പേരിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ കഥ? പൂവൻപഴം. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? പെരുമ്പടം ശ്രീധരൻ. ബഷീറിൻ്റെ ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ൻ്റുപ്പാപ്പാക്കൊരാനണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഡോക്ടർ റൊണാൾഡ് ആഷർ. ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാര്? പ്രൊഫസർ എം. കെ. സാനു. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പദപ്രയോഗം ഏത് പുസ്തകത്തിലാണ് ഉള്ളത്? ബാല്യകാലസഖി. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യസമരം ഏത്? കോഴിക്കോട് ജില്ലയിലെ ഉപ്പ് സത്യാഗ്രഹം 1930. പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏത്? ശബ്ദങ്ങൾ. അനുഗ്രഹീതനായ ബഷീർ ആരുടെ രചനയാണ്? തരകൻ കെ. എം. ബഷീറിൻ്റെ മാസ്റ്റർപീസ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ബാല്യകാലസഖി. എൻ. എൻ. കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിൻ്റെ പേരെന്ത്? ബഷീർ മാല. ശ്രീ കെ. എം. സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഏകാന്തവീഥിയിലെ അവധൂതൻ. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏത്? ഇമ്മിണി ബല്യ ബഷീർ. പ്രേമലേഖനം എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1943. ശബ്ദങ്ങൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1947. അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1953. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1954. നിലാവെളിച്ചം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1964. ബഷീർ കഥാബീജം എന്ന നാടകത്തിൻ്റെ തിരക്കഥ എഴുതിയ വർഷം ഏത്? 1945. ഏത് സ്വതന്ത്ര സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സമരം ഇരുന്നത്? ഭഗത് സിംഗിനെ. ഞാൻ തനിച്ചു പറമ്പിലെ മരത്തണലിലാണ്. ഈ മരം ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്.
ഇതിൻ്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങൾ നൽകുന്നു. ഏതു മരത്തെക്കുറിച്ചാണ് ബഷീർ പറയുന്നത്? മാംഗോസ്റ്റീൻ മരത്തെക്കുറിച്ച്. മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം ഏത്? 1993. ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം ഏത്? 1992. പ്രേം നസീർ അവാർഡ് ലഭിച്ച വർഷം ഏത്? 1992. ജന്മദിനം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1945. ഓർമ്മക്കുറിപ്പ് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1946. ഓർമ്മകളുടെ അറകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1973. ആനപ്പൂട എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1975. MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1991. ചെവി ഓർക്കുക അന്തിമകാഹളം എന്ന പ്രഭാഷണം പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1992. വിശപ്പ് എന്ന ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1954. മാന്ത്രികപ്പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1968.